പുരോഗമിക്കുകയാണ്. റോബിൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അയ്യോ, വില്ലേജ് റോഡിന് ഇവിടുന്ന് അങ്ങോട്ട് കടന്നു വരാൻ പറ്റൂല, വരും വെള്ളമാണല്ലോ. ആൾക്കാർ കുറെ പേര് ഇപ്പുറത്ത് നിപ്പുണ്ട്, വെളിച്ചവും ഇല്ല, വെട്ടവും ഇല്ല, ഒന്നുമില്ല. എങ്ങനെ അങ്ങോട്ട് പോകും? നമ്മൾ ആ ഇസ്കയും മറ്റേ ആ പ്രദേശത്തുള്ള എല്ലാരും മാതവണ്ണനും ഒക്കെ വെള്ളത്തിലാണ്. ഒന്ന് വരെ അവിടെ കുറച്ചൊക്കെ മണ്ണിനടി പെട്ട് കിടക്കുന്നുണ്ട്. വരുന്നതെന്ന് വരടാ, ഈ നഷ്ടപ്പെട്ട മുകളിൽ കുറച്ചൊക്കെ മണ്ണിനടി പെട്ട് കിടക്കുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ ഇപ്പോൾ ഇവിടെ ദഹിപ്പിക്കുന്നതിന് വേണ്ടി ഊഴം കാത്ത് ഇവിടെ ഉണ്ട്. ഇനി അതുപോലെ തന്നെ കൂടുതൽ മൃതദേഹങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് ഇവിടെ കർമ്മങ്ങൾ നടത്തുവാനുള്ള ഒരു സൗകര്യക്കുറവുണ്ടായതുകൊണ്ടാണ് കൂടുതൽ ദഹിപ്പിക്കാനുള്ള ഉപകരണങ്ങൾ ഇപ്പോൾ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. വേണ്ടപ്പെട്ട ആൾക്കാരെ മൊത്തം ആ ടീമിനെ മൊത്തം കിട്ടിയാലേ ഞങ്ങൾക്ക് എന്തായാലും മരിച്ച് കിട്ടണം. ഞങ്ങൾക്ക് നോക്കാൻ പറയാം, അവിടെ തന്നെ ഉണ്ടാവും. ആ പള്ളീന്റെ അടുത്ത് തന്നെയാണ് ഒരു ഉണ്ടക്കായിക്കാരെല്ലാരും കിട്ടാറുണ്ടല്ലോ. അവിടെ ഇത് നമ്മളെ കുടുംബമാണ്, ഞങ്ങളെ ബാക്കിയുള്ളവരാണ് എല്ലാരും പോയത്. ഞങ്ങൾക്ക് കിട്ടണം. മേപ്പാടിയിലെ വിശദാംശങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ഗോകുൽ VS ചേരുന്നുണ്ട്. ഗോകുൽ, അരുൺ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പലരുടെ പ്രതികരണവും ഇപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ്. ഗോകുലിന് എന്താണ് പറയാനുള്ളത്? ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കമ്മ്യൂണിറ്റി ഹാളിന് സമീപമാണ്. കമ്മ്യൂണിറ്റി ഹാളിലെ കാഴ്ചകൾ എന്ന് പറയുന്നത് വളരെ വേദനിപ്പിക്കുന്ന ആ കാഴ്ചകളാണ്. ആളുകളിങ്ങനെ ഇപ്പോഴും ഇവിടെ ഉണ്ട്. ആളുകൾ വന്ന് തങ്ങളുടെ ഉറ്റവരിവിടെ ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന രീതിയിലുള്ള വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ്. പലരും ഇവിടെ വന്ന ആളുകളെ തിരിച്ചറിയുകയും അവരുടെ മൃതദേഹങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യുന്നു. രാവിലെ മുതൽ നമ്മൾ കാണുന്നത് ഈ കാഴ്ചകളാണ്. ഇതിനിടയിൽ പലരും വളരെ വിഷമിപ്പിക്കുന്ന പ്രതികരണങ്ങൾ നമുക്ക് നൽകുകയും ചെയ്തു. ചേട്ടാ, ആരെങ്കിലും അന്വേഷിച്ചു വന്നതാണോ? പലർക്കും പ്രതികരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് പലരും. കാരണം ഈ ഒരു ദിവസം മുഴുവനായി ഇങ്ങനെ തിരഞ്ഞു നടന്നതിന് ശേഷം എന്നിട്ടും കാണാൻ കഴിയുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലായതുകൊണ്ട് തന്നെ പലർക്കും മൃതദേഹങ്ങൾ ഇനിയും കണ്ടെത്താനുണ്ട് എന്നൊക്കെയുള്ള ചോദ്യം, അത് വലിയ ചോദ്യമാണ്. എന്തായാലും കൂടുതൽ മൃതദേഹങ്ങൾ മണ്ണിനടിയിൽ ഉണ്ടാകാമെന്ന് ഫയർഫോഴ്സ് ദൗത്യസംഘ തലവൻ 24നോട് പറയുകയും ചെയ്തിരുന്നു. കൂടുതൽ വലിയ യന്ത്രങ്ങൾ എത്തിച്ച് തെരച്ചിൽ നടത്താനാണ് ഇപ്പോഴത്തെ ശ്രമം. മൃതദേഹങ്ങൾ പലതും ഛിന്ന ഭിന്നമായ നിലയിലാണെന്നും ഫയർഫോഴ്സ് ദൗത്യസംഘ തലവൻ T രജീഷ് വ്യക്തമാക്കിയിട്ടുണ്ട്. ബന്ധുക്കളായ 11 പേരാണ് ദുരന്തത്തിൽപ്പെട്ടത്. 9 പേരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. ഗൾഫിൽ നിന്നും നാട്ടിലെത്തിയ അഷ്റഫ് ഇപ്പോൾ ആശുപത്രിക്ക് മുന്നിലാണ് ഉള്ളത്. TV പ്രസാദ് തിരച്ചിൽ തുടരട്ടെ. നമുക്ക് സംഭവിച്ചത് ഒരു കണ്ടു TV. ഇതാണ് ദൃശ്യം. അങ്ങനെ അവർ സ്ക്രീൻഷോട്ട്. ഇതാണ് ദൃശ്യം. TV പ്രസാദ് ആ ദൃശ്യങ്ങൾ ഇതാണ്. ഫ്യൂണറൽ കർമ്മങ്ങളും നടക്കുന്നത് എവിടെയാണ്, അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കുകയാണ്.